അത് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഞാനതിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് പരിശോധിച്ചാലേ നമുക്ക് എന്താണ് കാരണമെന്നുള്ളത് അറിയൂ. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ പോരായ്മ എന്ന് പറയാൻ ഇല്ല. പിന്നെ ഏത് അന്വേഷണത്തിലും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പോരായ്മകൾ അവർ അറിയാതെ തന്നെ വരാൻ ഇടയുണ്ട്. അതുപോലൊക്കെ ഈ കേസിലും വന്നിട്ടുണ്ടാകാം, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണെന്ന് പറയാനുള്ള അതൊന്നും അങ്ങനെ പറയാനാവില്ല. കാര്യം ഒരു അന്വേഷണം തുടങ്ങി കഴിയുമ്പോൾ ഈ കേസിലെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ആദ്യത്തെ 2 ദിവസം ഇതൊരു എന്താ പറയുന്നത് അൺനാച്ചുറൽ ഡെത്ത് അസ്വാഭാവിക മരണം എന്നുള്ള രീതിയിലാണ് അവരുടെ അന്വേഷണം പോയത്. പിന്നീട് ഈ ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഒരു സംശയം ഉന്നയിച്ചപ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. തൊട്ടടുത്ത ദിവസം മുതൽ ഈ കേസിലെ അന്വേഷണം ഈ രീതിയിലേക്ക് മാറുന്നത്. തെളിവ് നശിപ്പിക്കാനുള്ള ഒരു അവസരം ആദ്യം ഇത് അപകട മരണമെന്ന് പറഞ്ഞ് ഈ ഷാളിൽ കുരുങ്ങി കുഞ്ഞിന് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത് തന്നെ പ്രതിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. പ്രദീപ് ആ സമയത്ത് ആശുപത്രിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ആ സമയത്ത് ഈ പ്രതിയെ ഇവർക്കാർക്കും സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അവരുടെ ഒരു മകനെ പോലെ വിശ്വസിച്ച ഒരാളാണ്. അത് തെളിവിലും അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ തെളിവ് വെച്ചിട്ട് ഇവർക്ക് അവരെ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. ആ സമയത്ത് തന്നെ പ്രതി ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ നമുക്കിനി കീറി മുറിക്കണോ, ഇതിന് കേസ് കൊടുക്കണോ, ഇത് ഷാളി കുരുങ്ങി മരിച്ചതിന് പോലീസ് എന്തിനാണ് വരുന്നത് എന്നൊക്കെ ആളുകളോട് അന്വേഷിക്കുന്നുണ്ട്. ആ ആളുകളൊക്കെ കോടതിയിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സാഹചര്യങ്ങളായിട്ട് വരും. ഡി എൻ എ പ്രൊഫൈലിങ്ങിന് ഇത് സാമ്പിൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. അത് പക്ഷേ ഇവരിവിടുന്ന് റെക്വിസിഷൻ ഡോക്ടേഴ്സ് ഇത് സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കുകയല്ലേ. അതിൻ്റെ കമ്പാരിസണ് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടൊരു സമയത്താണ് ഈ ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത്. ആവശ്യത്തിനുള്ള ഒരു ശിക്ഷ പ്രതി കുറ്റക്കാരനാണെന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള ആവശ്യമായ ശാസ്ത്രീയ തെളിവുകളുണ്ടായിരുന്നു. അത് ജഡ്ജ്മെൻറ്റ് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ജഡ്ജ്മെൻറ്റ് ഇതുവരെ കിട്ടിയില്ല. അല്ല, അത് ഏത് സമയത്തും വിചാരണ നടത്തുന്ന ജഡ്ജി തന്നെ കേസ് വിധി പറയുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം എന്തായാലും ഉണ്ടാകാം. കാര്യം പിന്നീടൊരു ഓഫീസർ വരുമ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് വരും. കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലായിരിക്കില്ല ഈ വിചാരണ നടന്നത്. അദ്ദേഹത്തിന് ഈ സാക്ഷികളെ കണ്ട് അവരുടെ ഡെമനേറൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ കുട്ടിയുടെ മാതാപിതാക്കളെയൊക്കെ വിസ്തരിച്ചത് അവരുടെ മുൻപിലല്ലേ, നേരത്തെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിലല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാകും. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് പിന്നെ ഇവർ സ്ഥലം മാറ്റം വരുന്ന സമയത്ത് മാറിപ്പോയാൽ അത് സാധാരണ അത് സംഭവിക്കുന്നതുമാണ് പല കേസുകളിലും. അപ്പീൽ ഫയൽ ചെയ്യുന്നത് ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഇനിയിപ്പം എനിക്കാകുമ്പോഴത്തേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ അറിയിക്കണമല്ലോ. അപ്പം ഞാൻ അപ്പീൽ റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് പിന്നെ അപ്പീൽ തയ്യാറാക്കി താമസമില്ലാതെ തന്നെ ഫയൽ ചെയ്യും. പ്രോസിക്യൂഷന് തെളിവുകളെ സംബന്ധിച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സംശയം ഒന്നുമില്ലല്ലോ. എന്ത് സംശയം? തെളിവുകളെ സംബന്ധിച്ച് കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് തെളിവുകളെ പറ്റിയല്ലേ പറയാനാവൂ.